വെൽക്കം ബാക്ക് ടു ഐ സ്പൈസി ഡിലൈറ്റ്സ്. ഓണം സ്പെഷ്യൽ റെസിപ്പിയായ കൂട്ടുകറിയുടെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോ കണ്ടിട്ട് വരാം എങ്ങനെയാണ് ഈ സ്പെഷ്യൽ കൂട്ടുകറി തയ്യാറാക്കാമെന്ന്. പിന്നെ ഞാൻ ഓണം സീരീസിൻ്റെ ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓരോരോ റെസിപ്പീസ് ഇങ്ങനെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോഴേ നമുക്ക് കൂട്ടുകറി ഉണ്ടാക്കാൻ തുടങ്ങിയാലോ. അതിന് വേണ്ടി ആദ്യം നമ്മൾ കടലയും കായും ചേനയും കൂടി ഒന്ന് വേവിച്ച് മാറ്റി വയ്ക്കണം. അപ്പോൾ ഞാനത് ഓൾറെഡി വേവിച്ച് വെച്ചിട്ടുള്ളതാണ്. കുക്കറിൽ കടലയ്ക്കൊപ്പം തന്നെ കായും ചേനയും ഇട്ട് പായസം പോലെ വേവിച്ചെടുക്കരുത് കേട്ടോ. അപ്പോൾ ആദ്യം കടല വേവിച്ചതിന് ശേഷം മാത്രമേ ചേനയും കായും ഇടാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണേ. ഇനി കടായി അടുപ്പത്ത് വയ്ക്കാം. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ കടുകിട്ട് പൊട്ടിക്കാം. കടുക് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചെറിയുള്ളിയാണ്. ചെറിയുള്ളി ഒരു 10 എടുത്തിട്ടുണ്ട്. എരിവിന് ആവശ്യമായ പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ഉപ്പിടുമ്പോൾ ശ്രദ്ധിക്കണം. ഈ കടല വേവിക്കുമ്പോൾ കുറച്ച് ഉപ്പിട്ടിട്ടാണ് വേവിച്ചിട്ടുള്ളത്. അപ്പോൾ അത് കാരണം ഉപ്പിടുമ്പോൾ നോക്കി ഉപ്പിടുക. ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൽ കിടന്ന് ഇങ്ങനെ നന്നായിട്ട് ഇതൊന്ന് ഫ്രൈ ആയിട്ട് വരണം. നല്ല ഗോൾഡൻ കളറിൽ വരണം. ഈ ഒരു പരുവത്തിൽ കിട്ടണം കേട്ടോ. ഇതാണ് ഇതിൻ്റെ പാകം എന്ന് പറയുന്നത്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള കടലയും ചേനയും കായും കൂടിയിട്ടുള്ള അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഇതിലേക്ക് ഒരു ചെറിയൊരു അരപ്പും കൂടി ചേർത്ത് കൊടുക്കണം. ഇതൊരു 1/2 കപ്പ് തേങ്ങയും അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകവും നമ്മുടെ നല്ല ജീരകം. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വെളുത്തുള്ളിയാണ്. അതൊരു 4-5 അല്ലി വെളുത്തുള്ളിയും കൂടി ചേർത്ത് ഒന്ന് മിക്സിയുടെ ഇതിലിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് കറക്കിയെടുക്കുക. അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ നമുക്ക് ഈ മിക്സ് ചെയ്യുന്ന സമയത്ത് കിട്ടുമ്പോൾ. വറുത്ത തേങ്ങയുടെ സ്മെല്ലും അതേപോലെ നമ്മൾ തേങ്ങ അരച്ച് ചേർത്തതിൻ്റെയും എല്ലാം കൂടി ആയിട്ടുള്ള എല്ലാത്തിൻ്റെയും കൂടി കോമ്പിനേഷൻ ആയിട്ടുള്ള അടിപൊളി സ്മെല്ലാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു റെസിപ്പി. അപ്പോൾ കൂട്ടുകറി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇപ്രാവശ്യത്തെ ഓണം നിങ്ങൾ ഈ ഒരു രീതിയിൽ കൂട്ടുകറി തയ്യാറാക്കി നോക്കൂ. എന്നിട്ട് നിങ്ങളുടെ ഗസ്റ്റുകളൊക്കെ ഒന്ന് ഞെട്ടിക്കും കേട്ടോ. ഓണം സ്പെഷ്യൽ റെസിപ്പിയായ ഈ ഒരു കൂട്ടുകറിയുടെ റെസിപ്പി മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കും കേട്ടോ. അപ്പോൾ ഓണം മൂഡ് നമുക്കൊരു ഗംഭീര മൂഡൊക്കെ മാറ്റണ്ടേ. അപ്പോൾ കൂട്ടുകറിയും സദ്യയും ഇതൊക്കെ ഇതിൽ ഇൻവോൾവ് ആയിട്ടുള്ളൊരു കാര്യമല്ലേ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും കമൻറ്റും തരാതെ പോവല്ലേ. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഇതുപോലത്തെ ഈസി പീസി റെസിപ്പികൾ കിട്ടാൻ വേണ്ടി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. കൂടെ ബെൽ ബട്ടണും കൂടി എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു കൂട്ടുകറി റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ അടുത്തൊരു അടിപൊളി ഓണം റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ടാറ്റാ.